ഇന്ന് മലയാളികൾക്ക് ആർക്കും തന്നെ മറക്കാനാവാത്ത ഒന്നാണ് ഷഹബാസിൻ്റെ കൊലപാതകം. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 5 വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ +1 പ്രവേശനം. താമരശ്ശേരി GVHS 3 പേർക്കും 2 പേർക്ക് കോഴിക്കോട് നഗരത്തിലെ 2 സ്കൂളിലുമാണ് പ്രവേശനം നൽകിയത്. പ്രതിഷേധവുമായി എത്തിയ MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമായിരുന്നു നടപടികൾ. പ്രവേശനം നൽകിയ തീരുമാനം തെറ്റായ സന്ദേശം നൽകുമെന്ന് ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞു. SSLC പരീക്ഷ എഴുതുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്യൂഷൻ സെൻ്ററിലുണ്ടായ തർക്കത്തിൻ്റെ പേരിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ കുറ്റാരോപിതരായി ജുവൈനൽ ഹോമിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളെ 5 പേർക്ക് ഹൈക്കോടതി ഇടപെടലിന് +1 പ്രവേശനം ലഭിച്ചത്. പരീക്ഷയിലും ഫലപ്രഖ്യാപനത്തിലെന്നതുപോലെ പ്രവേശന നടപടികളും കോടതി ഇടപെടൽ കൊണ്ടും പ്രതിഷേധങ്ങൾ കൊണ്ടും സംഭവ ബഹുലമായി. യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ പ്രവേശനം നൽകുമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘങ്ങളുടെ പ്രതിഷേധ ആഹ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവേശന നടപടികൾ ഓൺലൈൻ വഴിയാക്കുമെന്ന കാര്യം പോലീസ് പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് വിദ്യാർത്ഥികളെ നേരിട്ട് എത്തിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായുള്ള നീക്കത്തിലാണ് പോലീസ് തുടങ്ങിയതിനു പിന്നാലെ KSU MSF പ്രവർത്തകർ താമരശ്ശേരി GVHSന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് വെള്ളിമൂട് കുന്ന് ജുവൈനൽ ഹോമിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇറക്കിയത്. കുറ്റാരോപിതരായ 3 വിദ്യാർത്ഥികളെ താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനം കിട്ടി. ഒരാൾക്ക് സ്ഥിര പ്രവേശനവും 2 പേർക്ക് താൽക്കാലിക പ്രവേശനവുമാണ് നേടിയത്. ഒരു കുട്ടി 1-ാം ഓപ്ഷൻ നൽകി സ്ഥിര പ്രവേശനം നേടിയപ്പോൾ മറ്റു 2 കുട്ടികൾ, ഒരാൾ 9-ാമത്തെ ഓപ്ഷനും മറ്റൊരാൾ 45-ാമത്തെ ഓപ്ഷനുമായിരുന്നു താമരശ്ശേരി സ്കൂളിൽ നൽകിയത്. കുട്ടികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തൃപ്തികരമല്ല എന്നതുകൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു അഡ്മിഷൻ നിഷേധിക്കണമെന്ന സമരക്കാരുടെ ആവശ്യം. എന്നാൽ ഇക്കാരണത്താൽ മാത്രം അഡ്മിഷൻ നിഷേധിക്കാനാവില്ല എന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സ്കൂളിലേക്ക് കിട്ടിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് അഡ്മിഷന് ശേഷം മറ്റൊരു വഴിയിലൂടെയാണ് കുട്ടികളെ ജുവൈനൽ ഹോമിൽ നിന്നും ഇതിലേക്ക് തിരിച്ച് എത്തിയത്. ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.